പുതിയ സർക്കാരിൻ്റെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നാണ് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര. അതേസമയം സൗജന്യയാത്ര പ്രഖ്യാപിച്ച് പിന്നീട് നിർത്തലാക്കേണ്ടി വന്ന മുൻ അനുഭവമാണ് KSRTCക്ക് മുന്നിലുള്ളതെന്ന് നമ്മൾ ഓർക്കണം. 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഗതാഗത മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് KSRTC ബസ്സിൽ സൗജന്യയാത്ര പ്രഖ്യാപിച്ചത്. എന്നാൽ KSRTC നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഇത് നിർത്തലാക്കേണ്ടി വന്നു. സൗജന്യയാത്ര നല്ല തന്നെ. അപ്പോൾ KSRTC ഇപ്പം നഷ്ടത്തിലാണ് വിടുന്നത്. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പരിശോധിച്ചാൽ പോരെ. സൗജന്യയാത്ര എന്ന് പറഞ്ഞാൽ അത് എത്രയും വേഗം പ്രാവർത്തികമാക്കണം. നമ്മളെല്ലാം അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നല്ല സൗകര്യം തന്നെ. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്നതാണ് കണ്ടറിയേണ്ടി വരും, എത്രത്തോളം പ്രാബല്യത്തിൽ വരും. അതിനെപ്പറ്റി നല്ല അഭിപ്രായം തന്നെ. നമ്മളെ പോലത്തെ ഡെയിലി പോകുമ്പോൾ പൈസയിലാണ് പോകാതെ സാധിക്കുമെങ്കിൽ അത്രയും നല്ല അതല്ലേ അഭിപ്രായം. നല്ല കാര്യമല്ല. പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോയി കൂടെ. 100% പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ നല്ല കാര്യം. അത് വ്യക്തമായ ആസൂത്രണത്തോടെ വേണം സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കേണ്ടതെന്നാണ് ഉയരുന്ന ആവശ്യം. ഡീസൽ വില കുറഞ്ഞത് വഴിയുണ്ടായ 16.50 ലക്ഷം രൂപയുടെ പ്രതിദിന ലാഭം കാരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യയാത്ര പ്രഖ്യാപിച്ചത്. വലിയ കയ്യടികൾ വാങ്ങിയ പദ്ധതി പക്ഷേ അധികകാലം മുന്നോട്ട് പോയില്ല. പദ്ധതി വഴിയുള്ള നഷ്ടം കുമിഞ്ഞ് പ്രതിദിനം 42 ലക്ഷം എത്തിയപ്പോൾ KSRTC സർക്കാരിന് മുന്നിൽ കൈകൂപ്പി. സഹായമൊന്നും ലഭിച്ചതുമില്ല. പദ്ധതി നിർത്തലാക്കേണ്ടിയും വന്നു. നിലവിൽ KSRTC 4 ടയറിൽ ഓടുന്നത് തന്നെ സർക്കാർ സഹായത്തിലാണ്. എല്ലാ മാസവും ശമ്പള വിതരണത്തിന് 50 കോടിയും പെൻഷൻ വിതരണത്തിന് 75 കോടിയും ഉൾപ്പെടെ 125 കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട്. സ്ത്രീ സൗജന്യയാത്ര നടപ്പിലാക്കണമെങ്കിൽ 150 കോടി രൂപ കൂടി പ്രതിമാസം സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇത്രയും വലിയ തുക എല്ലാ മാസവും സർക്കാരിന് കൊടുക്കാനാകുമോ എന്നത് ചോദ്യചിഹ്നമാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ആശങ്ക ശമ്പളം മുടങ്ങുമോ എന്നതിലാണ്. ഹരിയാന, ആന്ധ്ര, തെലങ്കാന RTC മാതൃകയിൽ KSRTCയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.